അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഒരു മയ്യത്തിനെ ആദ്യമായി ഖബറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ മയ്യത്തിൻ്റെ ചാരത്തേക്ക് ആദ്യമായി വരുന്നത് ആരാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇതുവരെ ഇങ്ങനെയുള്ളൊരു ചോദ്യം എന്നോട് ഒരാളും ചോദിച്ചിട്ടില്ല. എന്നിട്ട് അല്ലാഹുവിൻ്റെ ഹബീബ് പറയുകയാണ്, ഒരു മയ്യത്തിനെ ആദ്യമായി ഖബറിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ മയ്യത്തിൻ്റെ അടുത്തേക്ക് ആദ്യം വരുന്നത് റഹ്മാൻ എന്ന മലക്കാണ്. ഈ മലക്ക് വന്നുകൊണ്ട് ഈ മയ്യത്തിനോട് പറയുന്നതാണ്, നിൻ്റെ ജീവിതകാലത്ത് ചെയ്തു വച്ചിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നീ എഴുതുക എന്ന് പറയും. ആ സമയത്ത് മയ്യത്ത് വേവലാതിപ്പെടുകയാണ്, എൻ്റെ കയ്യിൽ എഴുതാനുള്ള പേനയില്ല, മഷിയില്ല, അതുപോലെ തന്നെ പേപ്പറുമില്ല. ആ സമയത്ത് റഹ്മാൻ എന്ന മലക്ക് പറയും, നിൻ്റെ വിരലിനെ നീ പേനയായി ഉപയോഗിക്കുക, നിൻ്റെ ഉമനീരിനെ നീ മഷിയായി ഉപയോഗിക്കുക, അതുപോലെ തന്നെ നിൻ്റെ കഫം പുടവയെ പേപ്പറായി ഉപയോഗിക്കുക. എന്നിട്ട് നിൻ്റെ ജീവിതകാലത്ത് ചെയ്തു വച്ചിരിക്കുന്ന, നീ പറഞ്ഞു വച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നീ എഴുതുക. അപ്പോൾ ആ മനുഷ്യൻ അങ്ങനെ പേപ്പറായിക്കൊണ്ട് കഫം പുടവയെയും പേനയായിക്കൊണ്ട് വിരലിനെയും മഷിയായിക്കൊണ്ട് ഉമനീരിനെയും കൊടുത്തുകൊണ്ട് അദ്ദേഹം എഴുതാൻ തുടങ്ങും. എന്നിട്ട് അല്ലാഹുവിൻ്റെ ഹബീബ് പറയുന്നുണ്ട്, അവൻ്റെ ജീവിതകാലത്ത് ചെയ്തു വച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഒരു ദിവസം കഴിഞ്ഞതുപോലെ അവൻ ഓർമ്മ വരികയും അങ്ങനെ അത് മുഴുവനും അവൻ എഴുതുകയും ആ എഴുതിയതിന് ശേഷം റഹ്മാൻ എന്ന മലക്ക് അവൻ എഴുതിയ ഈ കഫം പുടവ അവൻ്റെ കഴുത്തിൽ മാലയായി അണിയിക്കുകയും ചെയ്യുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.